ഇവിടെ ഇറങ്ങാനും കേറാനും നല്ല ടാസ്ക് ആണ്. ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ശരി, അത് ഹായ് ഗായ്സ്, വെൽക്കം. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോതിരത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിനപ്പുറം കാണുന്നതാണ് തിരുത്തിപ്പുറം എന്ന് പറയും. അപ്പോൾ എൻ്റെ സ്ഥലം അവിടെയാണ്. ജസ്റ്റ് ഒന്ന് ഫെറി കടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗോതിരത്തെത്തി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇവർ ഇവിടെ പുഴകളിൽ ഇങ്ങനെ ചെയ്തു വെച്ചാണുണ്ട്. ഇത് ആക്ച്വലി ഇത് മീനിൻ്റെ കൃഷിയാണ്. ഇവർ ചെയ്യുന്നത് മീൻ കൃഷിയാണത്. അതായത് കുറച്ച് കുഞ്ഞുങ്ങളിനൊക്കെ ഇവരെ ബൾക്കായിട്ട് എടുത്തിട്ട് 6 to 1 year അങ്ങനെ ഒരു പീരീഡ് ഉണ്ട്. ആ ടൈം എത്തുമ്പോഴേക്കും ആ വിളവെടുക്കാറാവും. അപ്പോൾ ഇത് നല്ലൊരു ബിഗ് സൈസ് ആവും ഈ സാധനം. അപ്പോൾ അതിനുള്ള കൂടുകളാണ് ഈ കാണുന്നത്. മീൻ കൂട് എന്നാണ് പറയുന്നത് ഇതിന്. ബ്രദർ ലോനുണ്ട് ഈ സംഭവം. പുള്ളിക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒറ്റത്. അപ്പോൾ മീനിനെ തീറ്റ കൊടുക്കുന്നതും പിന്നെ ആ മീൻ കൂടിനെ വളരെ ക്ലോസ് ആയിട്ട് കാണാനും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, വൈഫുണ്ട്. അപ്പോൾ വഞ്ചിയിൽ കയറി പോയാണ്. ആർക്കും നീന്തൽ അറിഞ്ഞൂടാ. അപ്പോൾ ഒരു ബാച്ച് അങ്ങോട്ടേക്ക് പോയോട്ടാ. അതൊക്കെ കാണിച്ചു തരാം. അവർ ഓൾറെഡി അവിടെ എത്തി. കാണാൻ പറ്റില്ല, ഒരു പൊട്ട് പോലെ അല്ലേ. പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പുള്ളി വഞ്ചി തുഴഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതേ നമ്മുടെ ആളിവിടെ എത്തി. നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആള് തുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊരു ടാസ്ക്കാണ്. ഷാജി, നീ അപ്പുറം പടിയിലിരിക്കെ. സോ ജിബീസ് പറയുന്നത് ഇതിനുള്ളിൽ നീലത്തെമ്മീങ്കലവും സ്രാവും ഒക്കെ ഉണ്ടെന്നാണ്. ആഹാ, എന്തൊക്കെ പറഞ്ഞാൽ നാടിൻ്റെ ഒരു ബ്യൂട്ടി. ഓ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അളിയനാണ് അളിയൻ. വാവ്, നൈസ് നൈസ് നൈസ്. ഇത് മീൻ കൂടല്ലേ? ഇത് വേറൊരു മീൻ കൂടല്ലേ? ഉണ്ടോ? ഇതൊക്കെ മീൻ കൂടാണ് കേട്ടോ. ഇതിനുള്ളിലൊക്കെ കുറേ മീനുകളുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളാകുമ്പോൾ കൊണ്ട് തന്നെയാണ് ഈ മീനൊക്കെ. എന്നിട്ട് ഇതിൽ കിടന്നുണ്ടോ ബൈക്കുണ്ടോ? ബൈക്കിരിക്കാനുണ്ടോ? ഇതേപോലെ എല്ലാ വലക്കും ബൈക്കുകളുണ്ടാവും. എന്ത് സ്പീഡാണ് ജിബി. യമഹ ചോല പോണു. പയ്യനോ മതി. ജിബിസെ ചൂണ്ടയുണ്ടെങ്കിലേ ചൂണ്ടയും കൂടി ഇട്ടെങ്കിൽ സൂപ്പറാകുന്നതാണ്. ഇതൊക്കെ ചൂണ്ടയാണോ? ഞണ്ടാറ്. ഓ, ഞണ്ടിനെ പിടിക്കാനായിട്ടിട്ട്. ഓ, ഇതാണ് കേട്ടോ നമ്മുടെ. ഓ, നൈസ്. ഇതിനകത്ത് എത്ര മീനുണ്ട് ഇപ്പം? 3000 മീനുണ്ടല്ലേ? അതായത് ഒരു 5000 കുഞ്ഞിനിറക്കിയാലും 3000 കിട്ടുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ ചത്തുവും ഗൈസ്. വളരെ റിസ്ക്കിയാണ് ഇവിടെ കയറുന്നത്. ചീനവലയുടെ മേളിലാണ് ഗൈസ്. സോ അപ്പം ഇനി മീന് തീറ്റ കൊടുക്കാൻ പോയാണ്. ചെറുമീനില്ല, ആ സാധനം ഇട്ട് കൊടുക്കാനായിട്ട്. എന്താ വേണ്ട ഇതാണ് മീന് തീറ്റ കൊടുക്കുന്നത്. കണ്ട് കൊഴുവേണല്ലേ ജിബിടുന്നത്? നന്ദൻ. ഓക്കെ, ഇതെല്ലാം വറ്റേണ്ട. സോ ഇതാണ് കേട്ടോ, ഇത് ചീനവല ഉണ്ട്. ഇത് കണ്ട ഒരുപാട് ചീനവലാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ആ കാണുന്ന വഞ്ചിയിലാണ് ഞങ്ങൾ എത്തിയത്. ആ നീല കളർഫുൾ ആയിട്ടുള്ള വഞ്ചി. ഇത്തിരി ടാസ്ക് ആയിരുന്നു ഗൈസ് ഇങ്ങോട്ട് കയറാനും. ഇതിൻ്റെ സ്റ്റെപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കരയെന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലമാണ് അവിടെ കാണുന്നത്. അവിടെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്. തെങ്ങില്ലേ, ഈ തെങ്ങിൻ്റെ കഷ്ണങ്ങളാണ് ഇതിനാ പ്ലാങ്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പ്ലാങ്സ് പോലെ ഇട്ടാണ്. കണ്ടോ, ഇതൊക്കെ തെങ്ങിൻ്റെ പീസുകളാണ്. കണ്ടോ, തെങ്ങിൻ്റെ പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. കണ്ടോ ബൈക്ക് കണ്ടോ, ഇത് കൗണ്ടർ വെയിറ്റുകളുണ്ട് ഇവിടെ. ഉണ്ടോ, ഇതെല്ലാം കൗണ്ടർ വെയിറ്റുകളാണ്. കണ്ടോ, ഇത് ബൈക്കിനകത്താണ് ഈ കണക്ട് ചെയ്തേക്കുന്നത് റോപ്പ്. ബൈക്കിൻ്റെ ബാക്ക് ടയർ മാറ്റിയിട്ട് അതിലെന്തോ ടെക്നിക്കൊക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എഫേർട്ട് അധികം കൊടുക്കേണ്ടി വരില്ല, പെട്ടെന്ന് വലിക്കാൻ പറ്റും. ആർക്കും വേണമെങ്കിൽ വലിക്കാം, ചെറിയ കൊച്ചിനെ വരെയും വലിക്കാം. അപ്പോൾ ജോഷുവ എൻ്റെ അനിയത്തിൻ്റെ, എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. വല ഇപ്പോൾ ഓൾറെഡി പൊക്കി വെച്ചേക്കാണ് കേട്ടോ. മീൻ കോരുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് പോയേക്കുന്നത്. അവനൊക്കെ അടിപൊളിയായിട്ട് നീന്തോട്ടാ. നല്ല ഞണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എടുത്തോ നമുക്ക് കാണിക്കുന്നത്. ഞണ്ടിനെ കിട്ടിയാൽ ഈ വല കീറി കളയൂലേ? ഇത് നോക്കട്ടെ, ഞണ്ട് 2 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച് കൊടുത്തേക്കുന്നത് ഇപ്പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫെറി ഉണ്ട്. അപ്പോൾ ആ ഫെറി കടന്നിട്ട് ഇപ്പുറത്തോട്ട് കടന്നാൽ മതിയായി.
ഇവിടെ ഉള്ളവർക്കും ഓൾമോസ്റ്റ് ആളുകൾക്ക് അറിയാട്ടാ ഇത് ചീന വലയാണെന്നും മീൻ കിട്ടുമെന്നൊക്കെ മീൻ കൂടാണെന്നൊക്കെ. ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയണത്. ഞാനിവിടെ ഇത്ര അടുത്ത് കിടന്നിട്ടും ഈ മീൻ കൂട്ടിൽ മീൻ തീറ്റ കൊടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കാണാൻ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് വീഡിയോ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞിട്ടുള്ളവർക്കല്ല. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇത് ഇവിടെ വന്നാൽ പുള്ളി ഒരുപാട് പ്രാവശ്യമായിട്ടോ വിളിക്കണത്. കരയിൽ സെറ്റ് ചെയ്തേക്കണ വലല്ല കേട്ടത്. ഈ നിരത്തി പിടിച്ച് കാണുന്ന കരയിലല്ല കേട്ടോ, കരയിൽ നിന്ന് മാറിയാന്നുണ്ട്. അതാണ് കരയിൽ നിന്ന് മാറിയിട്ടാണ് ഈ വലകളൊക്കെ നിൽക്കുന്നത്. സോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. നല്ല ടാസ്ക്കാണ് ഗൈസ്. ക്ലാസ് എടുക്കുകയാണ്, എങ്ങനെ കയറണം എങ്ങനെ ഇറങ്ങണം. ഇവിടെ കിടന്നേഴാണ് ഗൈസ്. ഇവൾക്ക് ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് തുണ്ടിട്ടാല് വെള്ള പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ആദ്യമായിട്ടാണ്, നല്ല പേടിയുണ്ട്. നീന്താൻ അറിഞ്ഞൂടായിരിക്കും, അതാണ് പ്രശ്നം. സൂക്ഷിച്ചിറങ്ങ്. ഷാരി പറ്റും, ഷാരിനെ കൊണ്ട് പറ്റും. ഫൈനലി അങ്ങനെ ഷാരി സേഫ് ആയിരിക്കാണ്. ഷാരി സേഫ്. ഇനി ഞാനും ഗ്രീഷ്മയുള്ളൂ ബാക്കി. എന്താണ് പോയിക്കോ. ഇത് നല്ല ഇത് വലിക്കണേ ഭയങ്കര പരിചയം വേണം. ഇപ്പൊ എടുക്കണ്ട, ഫോൺ എടുക്കണ്ട. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭയങ്കര ഓളമാണ്. വഞ്ചി അങ്ങോട്ട് കൊണ്ട് കണ്ട് മറിയണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇതൊരു കൂടാണ് കേട്ടോ. നീ വേണേ ഇതിൽ കണ്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ചു. പിന്നെ അടുത്ത വീഡിയോ കാണാം. See you next video. Till then, take care. Bye.